അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഏറെ പ്രിയപ്പെട്ട സനാബിൽ വാട്സപ്പ് കൂട്ടായ്മയിലെ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തെ പരമാവധി ചിട്ടപ്പെടുത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൻ്റെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ് നമ്മൾ. അഹ്ലൻ വസഹ്ലൻ യാ റമളാൻ എന്ന തലക്കെട്ടിലാണ് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. എന്തായിരുന്നാലും അനുഗ്രഹീതമായ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ വല്ലാത്ത അവസരവും സൗഭാഗ്യവുമാണ് റമളാൻ. ആ റമളാനിന് ഏറ്റവും ഫലപ്രദമാം വിധം, അള്ളാഹു ഇഷ്ടപ്പെടും വിധം, അള്ളാഹു തൃപ്തിപ്പെടും വിധം, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ കഴിയും വിധം ഈ റമളാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, റമളാൻ അതിൻ്റെ നന്മയും അതിൻ്റെ പുണ്യവും വളരെ കൃത്യമായി അറിയുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം, നോമ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നമ്മൾ ഓരോരുത്തരും മുത്തക്കികളായി തീരാൻ വേണ്ടിയാണ് അള്ളാഹു നോമ്പ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. മുത്തക്കികൾക്ക് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അനുഗ്രഹീതമായ സ്വർഗത്തോപ്പുകളുണ്ട് എന്ന് അള്ളാഹു സന്തോഷവർത്തമാനം അറിയിക്കുകയാണ്. പിന്നെയും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം, ഇന്നലിൽ മുത്തഖീന മഫാസ. ആത്യന്തികമായ വിജയം മുത്തക്കികൾക്കാണ്, തഖ്വയുള്ള ആളുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തക്കികൾക്കാണ് ശുഭപര്യവസാനം. മാത്രമല്ല, അള്ളാഹുവിന് ഇഷ്ടം മുത്തക്കികളെയാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹുവിന് ഇഷ്ടം മുത്തക്കികളെയാണ്. അപ്പം അതുകൊണ്ട് ഈ റമളാനിലെ നോമ്പ്, റമളാനിലെ പുണ്യങ്ങളൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തഖ്വ നിലനിർത്താനും അത് ഭദ്രമാക്കാനും അള്ളാഹുവിൻ്റെ മുന്നിൽ മുത്തക്കികളായി തീരാനും വേണ്ടിയാണ്. നമ്മുടെ ഈമാനിനെ ശക്തവും ഭദ്രവുമാക്കാനുള്ള അവസരമാണിത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതേസമയം റമളാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണല്ലോ. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ച്, വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഫളായിലുകളെക്കുറിച്ച് ഒരുപാട് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിധം ഗൗരവത്തിൽ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും പലപ്പോഴും ഇന്നത്തെ കാലത്ത് മുസ്ലിം ഉമ്മക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ ചോദ്യം ഏറെ പ്രസക്തമാണ്. അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവരെന്താണ് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാത്തത്? അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടിയിരിക്കുകയാണോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അള്ളാഹുവിൻ്റെ ഈ മൂർച്ചയുള്ള ചോദ്യത്തിൻ്റെ മുന്നിൽ, ഇല്ല റബ്ബേ, നിൻ്റെ കലാമിൻ്റെ മുന്നിൽ, നിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ കൊട്ടിയടക്കുന്നില്ല. ഞാനിതാ തുറക്കുകയാണ്. എൻ്റെ കണ്ണും കാതും കൽബും ഹൃദയവും നിൻ്റെ വരികൾക്ക് മുന്നിൽ വിനയാന്വിതം ഞാൻ തുറക്കുകയാണ് നാഥ, റബ്ബേ എന്ന് പറയാനുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് മുന്നിൽ ഹൃദയം തുറക്കാനുള്ള മാസമാണ് റമളാൻ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിനെ ആലോചിച്ച് ചിന്തിച്ച് പഠിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് അത് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. നിങ്ങളിൽ ആരുണ്ട്
ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നിങ്ങളിൽ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ഞാനുണ്ട് റബ്ബേ എന്ന് ഉത്തരം പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒറ്റ സൂറയിൽ 4 തവണയാണ് അള്ളാഹു ഈ ചോദ്യം നമ്മോട് ആവർത്തിക്കുന്നത്. ആരുണ്ട്? സൂറ ഖമറിലെ 54 സൂറ ഖമറിലെ 17-ാമത്തെ ആയത്ത്, 22-ാമത്തെ ആയത്ത്, 32, പിന്നെ 40. ഇത്രയധികം ആയത്തുകളിലൂടെയാണ് അള്ളാഹു ചോദിക്കുന്നത്. ഞാനുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരമാവധി കേൾക്കാൻ, പരമാവധി ഓതാൻ, പരമാവധി പഠിക്കാൻ, പരമാവധി ഹിഫ്ളാക്കാൻ, പരമാവധി ജീവിതത്തിൽ പകർത്താൻ കഴിയണം. വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും പകർത്താനും അഭിമാനത്തോടെ ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കാൻ, വിശുദ്ധ ഖുർആൻ്റെ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണമെന്ന് ചുരുക്കം. പ്രിയപ്പെട്ടവരെ, മദീന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ബദർ യുദ്ധം നടന്നതിന് ശേഷം ബദറിലെ ബന്ദികളുടെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകളിൽ ഒരാളായ ജുബൈർ ബിൻ മുത്തഇം മദീനയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം മദീനയിലെത്തി മഗ്രിബ് നമസ്കാര സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്നു. സഹാബത്ത് പിന്നിലുണ്ട്. അന്ന് മഗ്രിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ തൂറിലെ വരികളാണ് പാരായണം ചെയ്തത്. ജുബൈർ ബിൻ മുത്തഇം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് കേൾക്കുന്നത്. ആ വരികൾ ഓരോന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അദ്ദേഹം പറയാണ്, എൻ്റെ ഹൃദയം പറന്നു പോകുമാറ് എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വദാലിക അവ്വലു മാ വഖറൽ ഈമാൻ ഫി ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ഈമാനികമായ സ്പർശമുണ്ടാക്കിയത് അന്നാണ്, ആ സൂറത്ത് തൂറിൻ്റെ ആ കേൾവിയാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സൂറ തൂർ ഖുർആനിലെ 52-ാമത്തെ സൂറയാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫി റഖിൻ മൻഷൂർ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ വരികൾ മക്കയിലെ മുശ്രിക്കിൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയെങ്കിൽ പിന്നീട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുവെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ സ്പർശത്തിന് നിമിത്തമായത് സൂറ തൂറാണ് എന്ന് ലോകത്തോട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, സൂറ തൂറിൻ്റെ വരികളിലൂടെ എത്ര വട്ടം നമ്മൾ കടന്നുപോയിട്ടുണ്ട്, എത്ര വട്ടം വിശുദ്ധ ഖുർആനിലെ സൂറ തൂർ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ജുബൈർ ബിൻ മുത്തഇമിൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയതുപോലെ എന്തേ നമ്മുടെ ഹൃദയത്തെ സൂറ തൂർ പിടിച്ചു കുലുക്കാത്തത് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ആയത്തുകളെ കണ്ണും കാതും കൽബും തുറന്ന് കേട്ടാൽ തീർച്ചയായും അത് ഹൃദയത്തെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മുടെ കേൾവി പലപ്പോഴും യാന്ത്രികമായി ആർക്കോ വേണ്ടി കേൾക്കുന്നത് പോലെ, ആർക്കോ വേണ്ടി ഓതി തീർക്കുന്നത് പോലെയാകുമ്പോൾ അതെങ്ങനെയാണ് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് ഹൃദയത്തിലേക്ക് ആഴത്തിൽ സ്പർശിക്കണമെങ്കിൽ ഹൃദയം തുറന്ന് ഖുർആൻ ഓതാൻ, ഹൃദയം തുറന്ന് ഖുർആൻ കേൾക്കാൻ, ഹൃദയം തുറന്ന് ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ റമദാൻ ഏറ്റവും നല്ല അവസരമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ മടിയിലിരുത്തി അവരെ കൂടി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ എങ്ങനെയാണ് ചെറിയ മക്കളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ മടിയിലിരുന്ന് നമ്മുടെ മക്കൾ ഓതി തുടങ്ങട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ വരികൾ ഓതി തുടങ്ങട്ടെ. റഹീമും റഹ്മാനുമായി പടച്ച റബ്ബിൻ്റെ വരികൾ അവർ കേട്ടു തുടങ്ങട്ടെ. അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി അള്ളാഹുവിൻ്റെ കലാം മാറട്ടെ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ഈ റമദാൻ, അനുഗ്രഹീതമായ ഈ റമദാൻ, ആ റമദാനിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാം. ആഫിയത്തോടെ ഈ റമദാനിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ എന്ന് ഹൃദയം തുറന്ന് നമ്മൾ പടച്ച റബ്ബിനോട് തേടുന്നവരാണ്. എന്തിനാണ് ഈ തേട്ടം? ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അവസരത്തെ
ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കി, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമിട്ടുകൊണ്ട് ഹൃദയം തുറന്ന ഈ റമദാനിന് സ്വാഗതം ഓതാൻ, ഈ റമദാനിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള മനസ്സിനും ഈമാനികമായ കരുത്തിനും അതിനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റമദാനുകളിൽ നമ്മൾ ചെയ്ത നന്മകളെല്ലാം, നമ്മുടെ നോമ്പും നമ്മുടെ ഖിറാഅത്തും നമ്മുടെ സൗമും നമ്മുടെ അദ്കാറുകളും നമ്മുടെ സക്കാത്തും സ്വതക്കയും എന്ന് തുടങ്ങി നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ റമദാനും എല്ലാം നാളെ പരലോകത്ത് ഞങ്ങളുടെ സ്വർഗപ്രവേശത്തിന് എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഈ വരുന്ന റമദാനിൽ ജീവിച്ചിരിക്കാൻ, ആഫിയത്തോടെ ജീവിക്കാൻ, സ്വന്തമാക്കാൻ കഴിയുന്നത്ര നന്മകളിൽ മത്സരിച്ച് സ്വന്തമാക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമാറാകണമേ. കുടുംബത്തോടൊപ്പം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൈപ്പിടിച്ച്, ഇണകളുടെ കൈപ്പിടിച്ച്, മക്കളുടെ കൈപ്പിടിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൈപ്പിടിച്ച് റയ്യാൻ കവാടത്തിലൂടെ സ്വർഗം കയറാനുള്ള, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ അബ്വാബുൽ ജന്ന, അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ അബ്വാബുൽ ജന്ന, അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ അബ്വാബുൽ ജന്ന, അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ ബാബുർ റയ്യാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.